ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ ഓണം എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളടങ്ങുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ഏകദേശം ഒരു 6-7 ആക്ടിവിറ്റീസോളം വരുന്നുണ്ട്. ഓരോ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്കറിയാലോ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആയിരിക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾ എല്ലാ ആക്ടിവിറ്റീസിലൂടെയും കടന്നു പോകുക കേട്ടോ. എല്ലാ ആക്ടിവിറ്റീസും വായിക്കാൻ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ടിക്ക് ഇട്ട് വെക്കുക. ആൻഡ് റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ആൻഡ് അറ്റംപ്റ്റ് ദ ക്വസ്റ്റ്യൻ എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് ക്ലോത്തിങ് വി യൂസ് ഹാസ് എ ലോങ് ഹിസ്റ്ററി. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡസ് ക്ലോത്തിങ് ബിക്കം യൂസ്ഫുൾ ടു അസ്? എങ്ങനെയാണ് ഈ ക്ലോത്തിങ് വസ്ത്രങ്ങൾ നമുക്ക് യൂസ്ഫുൾ ആയത്, ഉപകാരപ്പെട്ടത്? നമ്മൾ ആ പാഠത്തിൽ കൃത്യമായി പഠിച്ചിട്ടുണ്ട് എങ്ങനെയെല്ലാമാണ് നമുക്ക് ക്ലോത്തിങ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ്, തണുപ്പിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നു. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസെക്ട്സ്, ചെറിയ ചെറിയ പ്രാണികളിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം ലഭിക്കുന്നു. മെയിൻറ്റെയിൻസ് ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിൻ്റെ താപനില മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസെക്ട്സ് അത് നമ്മൾ പറഞ്ഞു. പ്രൊട്ടക്ഷൻ ഫ്രം ഹീറ്റ്, ചൂടിൽ നിന്നുള്ള സംരക്ഷണം. പ്രൊട്ടക്ഷൻ ഫ്രം ഡസ്റ്റ്, അതായത് പൊടിപടലങ്ങളിൽ നിന്നുള്ള സംരക്ഷണമൊക്കെ നമുക്ക് ലഭിക്കുന്നു. ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. How did the invention of synthetic fibers affect the manufacture of cloth? ക്ലോത്തിങ്ങിൻ്റെ മാനുഫാക്ചറിന് ഉൽപ്പാദനത്തിന് സിന്തറ്റിക് ഫൈബേഴ്സ് എത്രത്തോളം, അതിൻ്റെ കണ്ടുപിടുത്തം എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ബാധിച്ചിട്ടുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിൽ സിന്തറ്റിക് ഫൈബേഴ്സും അതുപോലെ തന്നെ നാച്ചുറൽ ഫൈബേഴ്സും പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഈ ഒരു ബോക്സിലാണ്. പക്ഷേ നമ്മൾ ഈ കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ ഫൈബേഴ്സ് ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ എഴുതണമല്ലോ, അതിനായിട്ടാണ് നമ്മളിത് പറയുന്നത്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ 2 തരത്തിലുള്ള ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നാച്ചുറൽ ഫൈബേഴ്സാണ്, രണ്ടാമത്തത് സിന്തറ്റിക് ഫൈബേഴ്സാണ്. നാച്ചുറൽ ഫൈബേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രം ആനിമൽസിൽ നിന്നുള്ള നാച്ചുറൽ ഫൈബേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൂള്, ചെമ്മരി ആടുന്നൊക്കെ നമ്മൾ എടുക്കുന്ന വൂൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഷീപ്പ് ആൻഡ് സിൽക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം സിൽക്ക് വർംസ്. പട്ടുനൂൽ പുഴുന്ന് നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പട്ട്, സിൽക്ക്, അതൊക്കെ നമുക്ക് ആനിമൽസിൽ നിന്ന് കിട്ടുന്ന നാച്ചുറൽ ഫൈബേഴ്സാണ്. ഈ ഫൈബേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിന്നെ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി പ്ലാന്റ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഫൈബേഴ്സ് കിട്ടുന്നുണ്ട്. എക്സാമ്പിൾ കോട്ടൺ ആൻഡ് ജൂട്ട് ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം കോട്ടൺ ആൻഡ് ജൂട്ട് പ്ലാന്റ്സ് റെസ്പെക്റ്റീവ്ലി. നമുക്ക് കോട്ടൺ ചെടിയിൽ നിന്ന് നമുക്ക് കോട്ടൺ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജൂട്ട് ഫൈബേഴ്സ് ജൂട്ട് പ്ലാന്റ്സിന് ലഭിക്കുന്നു. ജൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ജൂട്ട്. ഇനി നമുക്ക് സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ കേസ് എടുക്കാം. നമ്മളോട് ഈ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ കണ്ടുപിടുത്തം എത്രത്തോളം നമ്മുടെ ക്ലോത്തിങ് ഇൻഡസ്ട്രീനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ബാധിച്ചിട്ടുണ്ട് എന്നാണ്. ഇനി നമുക്ക് സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ കേസ് നോക്കാം. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ് സച്ച് ആസ് പെട്രോളിയം. സിന്തറ്റിക് ഫൈബേഴ്സിനെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്? കെമിക്കൽസിൽ നിന്നാണ്. ലൈക്ക് പെട്രോളിയം പോലുള്ള കെമിക്കലുകളിൽ നിന്നാണ് നമ്മൾ സിന്തറ്റിക് ഫൈബേഴ്സിനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ ജനറലി ലെസ് എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ് ക്ലോത്ത്സ് ദാൻ നാച്ചുറൽ ഫൈബേഴ്സ്. നാച്ചുറൽ ഫൈബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറയുന്നത് ലെസ് എക്സ്പെൻസീവാണ്, അത്ര പണച്ചെലവില്ലാത്ത കാര്യമാണ്. തുണി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സിന്തറ്റിക് ഫൈബേഴ്സിന് ചെറിയ എക്സ്പെൻസസ് മതി നാച്ചുറൽ ഫൈബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇറ്റ് ഓൾസോ ഹാസ് ദ അഡ്വാൻറ്റേജ് ഓഫ് നോട്ട് വ്രിംഗ്ലിംഗ് ക്വിക്ക്ലി. പെട്ടെന്നൊന്നും ചുളിവ് വരത്തില്ല, നമ്മുടെ ക്ലോത്തിലൊന്നും പെട്ടെന്ന് ചുളിവ് വരത്തില്ല സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ കേസാണെങ്കിൽ. എക്സാമ്പിൾസ് പോളിസ്റ്റർ, നൈലോൺ, റയോൺ എക്സെട്ര. പോളിസ്റ്ററിൻ്റെ ഡ്രസ്സസൊക്കെ നിങ്ങൾക്ക് കാണാം അല്ലേ, പലരും ഉപയോഗിക്കുന്നുണ്ടാവും. സിന്തറ്റിക് ഫൈബേഴ്സും അതുപോലെ തന്നെ നാച്ചുറൽ ഫൈബേഴ്സുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഏതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്? ഓക്കെ, നമ്മുടെ ഹെൽത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും കുറച്ചും കൂടി നല്ലതെന്ന് പറയുന്നത് നാച്ചുറൽ ഫൈബേഴ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ക്ലോത്ത്സ് തന്നെയാണ്. ലൈക്ക് പലരും കോട്ടൺ മാത്രം ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട്. കോട്ടൺ ഡ്രസ്സസ് മാത്രം ഉപയോഗിക്കുന്നവരൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ കോട്ടൺ ആണ് കുറച്ചും കൂടി നാച്ചുറലി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇതാണ് കോട്ടൺ എന്ന് പറയുന്നത്. സിന്തറ്റിക് ഫൈബേഴ്സിന് അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട് കേട്ടോ. അത് നമുക്ക് കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല. ഇനി നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി 2, വില്ലേജ് ആൻഡ് സിറ്റി ഹാവ് ദിയർ ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. വില്ലേജ് എടുത്ത് നോക്കുകയാണെങ്കിലും ഗ്രാമം എടുത്ത് നോക്കുകയാണെങ്കിലും നഗരപ്രദേശം എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റേതായ സവിശേഷതകൾ രണ്ടിനുമുണ്ട്. എ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് പീലിയസ് വില്ലേജ് സൈറ്റ്സ് എഫക്റ്റ് യു? പ്രിപ്പയർ എ നോട്ട്.
നമ്മൾ പീലീസ് വില്ലേജ് എന്ന് പറയുന്ന ഒരു പാഠം തന്നെ പഠിച്ചിട്ടുണ്ട്. അതിൽ പീലിയുടെ ഗ്രാമത്തിലെ കാഴ്ചകൾ നിങ്ങളെ എത്രത്തോളം ബാധിച്ചു, എഫക്റ്റ് ചെയ്തു, അതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇത് 3 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. നോക്കൂ, ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. പീലീസ് വില്ലേജ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. പീലിയുടെ ഗ്രാമം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. എ വില്ലേജ് വിത്ത് ഹിൽസ്, ഫുഡ് ഹിൽസ് ആൻഡ് സ്മോൾ റിവർ ആൻഡ് ഓൺലി സ്മോൾ ബിൽഡിങ്സ്. പീലിയുടെ ഗ്രാമത്തിൽ കുന്നുകളുണ്ട്, അതുപോലെ തന്നെ താഴ്വാരങ്ങൾ, ഫുഡ് ഹിൽസ് ആൻഡ് സ്മോൾ ചെറിയ നദികൾ, പിന്നെ ചെറിയ ബിൽഡിങ്ങുകളാണ്. നമ്മുടെ സിറ്റിയിലുള്ള പോലെ വലിയ പടുകൂറ്റൻ ബിൽഡിങ്സ് ഒന്നല്ല ഉള്ളത്, സ്മോൾ ബിൽഡിങ്സ് ആണ് ഉള്ളത്. വില്ലേജേഴ്സ് ലീഡ്സ് എ സിമ്പിൾ ലൈഫ്. വില്ലേജേഴ്സൊക്കെ വളരെ ലളിതമായ ജീവിതമാണ് നയിക്കുന്നത്. വില്ലേജേഴ്സ് കം ടു ദ വീക്ക്ലി മാർക്കറ്റ്സ് ടു ബൈ ആൻഡ് സെൽ ദ ലോക്കലി പ്രൊവൈഡഡ് ഗുഡ്സ്. ഈ വില്ലേജേഴ്സൊക്കെ വീക്ക്ലി മാർക്കറ്റ്സ് ഉണ്ടാകും. നമ്മളിപ്പോൾ സൺഡേ മാർക്കറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ വീക്ക്ലി മാർക്കറ്റ്സ് ഉണ്ടാകും. ആഴ്ചകൾ കൂടുന്തോറും ഉണ്ടാകുന്ന മാർക്കറ്റ്സാണ്. ആ വീക്ക്ലി മാർക്കറ്റ്സിൽ വില്ലേജസ് ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ വരും. ഫ്രഷ് പ്രൊഡ്യൂസ് ക്യാൻ ബി പർച്ചേസ് ഫ്രം ദ വീക്ക്ലി മാർക്കറ്റ്. ഈ വീക്ക്ലി മാർക്കറ്റിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആവാം, ഫ്രൂട്ട്സ് ആവാം, അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും നമ്മുടെ വീക്ക്ലി മാർക്കറ്റിൽ ഉണ്ടാവാം. ബുൾ പ്ലോയിങ് കോമ്പറ്റീഷൻ ഇസ് ഓർഗനൈസ്ഡ് ഇൻ ദ ഫീൽഡ്. കാളക്കൊഴുത്ത് മത്സരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ അവർ വയലുകളിൽ നടത്തും. ഓൾ ദ വില്ലേജേഴ്സ് കം ടു സീറ്റ്. ഈ കാളക്കൊഴുത്ത് മത്സരമൊക്കെ കാണാനായിട്ട് എല്ലാ വില്ലേജേഴ്സും വരും. ലോക്കൽ ഫെസ്റ്റിവൽസ് ആർ സെലിബ്രേറ്റഡ് വിത്ത് ദ ഗ്രേറ്റ് പോംപ്. വളരെ ആവശ്യത്തോടു കൂടിയാണ് എല്ലാ ലോക്കൽ ഫെസ്റ്റിവൽസും അവർ നടത്താറുള്ളത്. കൂടാതെ നിങ്ങൾക്ക് ഇതിനോട് കൂട്ടിച്ചേർക്കാം, ഐ ലവ് വില്ലേജ് മോർ ദാൻ സിറ്റി. വില്ലേജ് ഇസ് വെരി കാം ആൻഡ് വെരി നൈസ് പ്ലേസ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ്. ഇനി നമുക്കിതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വർ യുവർ തോട്ട്സ് ബിഫോർ സ്റ്റാർട്ടിങ് ദ ട്രിപ്പ് ടു പീലീസ് വില്ലേജ്. പീലിയുടെ ഗ്രാമത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള തോട്ട്സ്, നമ്മുടെ ചിന്തകൾ എന്തൊക്കെയായിരുന്നു, അത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്ക് എന്തെല്ലാം എഴുതാം? ഹൗ വിൽ ബി പീലീസ് വില്ലേജ്. പീലിയുടെ ഗ്രാമം എങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ? നമ്മൾ ട്രിപ്പിന് പോവാണ് അങ്ങോട്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്, ആ സ്ഥലം എങ്ങനെ ഉണ്ടാവും അല്ലേ? നല്ല സ്ഥലമായിരിക്കും, നല്ല വൈബുള്ള സ്ഥലമായിരിക്കും, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കില്ല. അതുപോലെ ഹൗ വിൽ ബി പീലീസ് വില്ലേജ്. വിൽ ഇറ്റ് ബി എ നൈസ് പ്ലേസ്. അതൊരു നല്ല സ്ഥലമായിരിക്കുമോ? ക്യാൻ ഐ ഗെറ്റ് വെറൈറ്റി ഓഫ് ഫുഡ് ദർ. എനിക്ക് വെറൈറ്റി ഓഫ് ഫുഡ്, വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവിടെ കിട്ടുമോ? ഐ എം സോ എക്സൈറ്റഡ് ടു എക്സ്പ്ലോർ മൈ വെക്കേഷൻ ഇൻ ദിസ് വില്ലേജ്. ഈ ഒരു ഗ്രാമത്തിൽ എൻ്റെ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരില്ലേ, നമ്മളെ തോട്ട്സ് ആയിട്ട് വരില്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതും. ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ചേർക്കുക. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. However, with the spread of agriculture, humans started to domesticate other animals for food and other needs. അഗ്രികൾച്ചർ അഥവാ കൃഷി എന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്തു അല്ലേ? എല്ലാവരും കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഹ്യൂമൻ സ്റ്റാർട്ടഡ്. അതോടൊപ്പം തന്നെ മനുഷ്യൻ എന്ത് ചെയ്തു? മൃഗങ്ങളെയൊക്കെ വളർത്തുവാനായിട്ട് ആരംഭിച്ചു. എന്തിനാണ് മൃഗങ്ങളെ വളർത്തുന്നത്? ഫുഡിൻ്റെ ആവശ്യത്തിനും അതുപോലെ തന്നെ മറ്റുള്ള അവരുടെ കാര്യങ്ങൾക്കുമാണ് അവർ ആനിമൽസിനെ അഥവാ മൃഗങ്ങളെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ചെമ്മരിയാടിൽ നിന്ന് നമുക്ക് വൂള് കിട്ടുന്നു, അതുപോലെ തന്നെ നമുക്ക് പശുവിൽ നിന്ന് പാൽ ലഭിക്കുന്നു. അതുപോലെ അങ്ങനെ അവർ അഗ്രികൾച്ചറിനോടൊപ്പം തന്നെ ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിലെ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പ്ലെയിൻ ദി ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ. കൃഷിയുടെ ആരംഭത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, വിവരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബി ക്വസ്റ്റ്യനും കൂടി നോക്കിയിട്ട് ആ ഒരു ഉത്തരത്തിലേക്ക് പോകാം. ബി ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് വർ ദി മെയിൻ ക്രോപ്സ് ഗ്രോൺ ഇൻ ദ ഏർലി ഡേയ്സ്. ആദ്യ കാലങ്ങളിലൊക്കെ അവർ കൃഷി ചെയ്തിരുന്ന പ്രധാന വിളകൾ ഏതൊക്കെയായിരുന്നു? മെയിൻ ക്രോപ്സ് ഏതൊക്കെയായിരുന്നു? ഇതാണ് നമ്മുടെ ചോദ്യം. എങ്ങനെയാണ് കൃഷിയുടെ ആരംഭം, അതോടൊപ്പം തന്നെ അവരുടെ ആദ്യ കാലങ്ങളിൽ അവരെന്തൊക്കെ വിളകളാണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 3. ടോട്ടൽ വരുന്നത് 5 മാർക്കിനാട്ടോ. നമുക്ക് ഉത്തരം നോക്കാം. ഏർലി ഹ്യൂമൻസ് മൈൻഡ് ഹാവ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് അഗ്രികൾച്ചർ വെൻ ദേ നോട്ടീസ്ഡ് സീഡ്ലിംഗ് സ്പ്രൗട്ടിങ് ഫ്രം ഡിസ്കാർഡഡ് ഫുഡ് ഐറ്റംസ്. അവർ ഒഴിവാക്കിയ ഫുഡ് ഐറ്റംസിലാണ് ആദ്യകാല മനുഷ്യർ ഈ അഗ്രികൾച്ചറിനെ കുറിച്ച്, കൃഷിയെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിച്ചത് എപ്പോഴാണ്? അവർ ഉപേക്ഷിച്ച ഫുഡ് ഐറ്റംസിൽ നിന്ന്, ഭക്ഷ്യ വസ്തുക്കളിൽ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? ഓരോരോ ചെടികളും മുളച്ചു വരുന്നത് അവർ ശ്രദ്ധിച്ചു, അവർ നോട്ടീസ് ചെയ്തു. ഇഫ് ദ സീഡ്സ് വർ ലെഫ്റ്റ് ഓൺ ദി റോക്ക് ദേ വുഡ് ഡ്രൈ ഔട്ട്. നമ്മുടെ ഈ സീഡ്സിനെ, ഈ വിത്തുകളെ റോക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, വലിയ വലിയ പാറകളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ഔട്ടാവും, വളരെ ഡ്രൈ ആയിട്ട് പോകും. ഇഫ് പുട്ട് ഇൻ വാട്ടർ ദേ വുഡ് ഗെറ്റ് റോട്ടഡ്. അത് നമ്മൾ വെള്ളത്തിലിട്ടാലോ അത് റോട്ടനായിട്ട് പോകും. ഹൗ എവർ ഹ്യൂമൻസ് ലേൺ ദാറ്റ് സീഡ്സ് ജെർമിനേറ്റ് ഇൻ മോയിസ്റ്റ് ആൻഡ് വാം സോയിൽ.
എങ്ങനെയായാലും മനുഷ്യർ മനസ്സിലാക്കി ആദ്യകാല മനുഷ്യർ മനസ്സിലാക്കി ഈ വിത്ത് മുളയ്ക്കുന്നത് വളരെ മോയിസ്റ്റ് ആയിട്ടുള്ള വാം സോയിലാണ് നമ്മുടെ വിത്ത് മുളയ്ക്കുന്നതെന്ന് അവർ മനസ്സിലാക്കി. ദസ് കൾട്ടിവേഷൻ ഓഫ് ക്രോപ്പ് സ്റ്റാർട്ടഡ്. അങ്ങനെയാണ് വിളകളുടെ കൃഷി അവർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ദ എഡിബിൾ പ്ലാന്റ്സ്, റൂട്ട്സ്, സാപ്ലിങ്സ് വർ സെലക്റ്റഡ്, പ്ലാന്റഡ് ആൻഡ് കൾട്ടിവേറ്റഡ്. അങ്ങനെ അവരെന്ത് ചെയ്തു? എഡിബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ്, വേരുകൾ, ചെടികളൊക്കെ അവർ സെലക്ട് ചെയ്ത് കുഴിച്ചിട്ട് അതുപോലെ തന്നെ അതിന് കൃഷി ചെയ്തു. ഇൻ ദ ഏർലി ഡേയ്സ്, ആദ്യകാലങ്ങളിൽ വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ് ആൻഡ് ട്യൂബേഴ്സ് വർ കൾട്ടിവേറ്റഡ്. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ്, ട്യൂബേഴ്സ് ഇവയൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യകാലങ്ങളിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരാട്ടോ. ഹ്യൂമൻ സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ മെയിൻലി ഓൺ റിവർ ബാങ്ക്സ് വെർ ദ എസെൻഷ്യൽ വാട്ടർ ആൻഡ് ഫെർട്ടൈൽ സോയിൽ വെർ അവൈലബിൾ. ഇതൊന്നും നമ്മുടെ ഉത്തരത്തിൽ എഴുതേണ്ട കേട്ടോ. നിങ്ങൾ ഉത്തരത്തിൽ എഴുതേണ്ടത് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെയാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടം വരെ എഴുതാം. രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ്, ട്യൂബേഴ്സ്. ഇതാണ് അവർ ആദ്യ കാലങ്ങളിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു പാരഗ്രാഫും കൂടി നോക്കാം. ഹ്യൂമൻ സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ മെയിൻലി ഓൺ ദ റിവർ ബാങ്ക്സ്. മനുഷ്യർ എവിടെയാണ് കൃഷി മെയിൻലി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? റിവർ ബാങ്ക്സിലാണ്, അതായത് നദീതീരങ്ങളിലാണ് തുടങ്ങിയത്. എന്തുകൊണ്ടാണ് അവർ നദീതീരങ്ങളിൽ തുടങ്ങിയത്? അവിടെ അവർക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള പ്രാധാന്യമുള്ള വെള്ളം കിട്ടും അല്ലേ. നമ്മൾ കുറച്ചും കൂടി ഒരു നദീതീരത്തിൻ്റെ ദൂരത്താണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ നദിയിൽ നിന്ന് വെള്ളം കോരി അങ്ങോട്ട് കൊണ്ടുപോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എളുപ്പം എന്തായിരുന്നു? നദീതീരത്ത് തന്നെ കൃഷി ചെയ്യുക. അപ്പോൾ അവർക്ക് നല്ല വെള്ളം കിട്ടും. അതുപോലെ തന്നെ ഫെർട്ടൈൽ സോയിൽ, നല്ല ഫലഭൂഷ്ടമായ മണ്ണായിരിക്കും അവിടെയുള്ളത്. Following this, people who wandered in search of food began to settle near the farms. ഈ ഫുഡൊക്കെ അന്വേഷിച്ച് വരുന്നവർ പിന്നെ എന്ത് ചെയ്തു? ഈ ഫാംസിൻ്റെ അടുത്തൊക്കെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി, താമസിക്കുവാനായിട്ട് തുടങ്ങി. കാര്യം ഓർത്ത് വെക്കുക. ഈ പാരഗ്രാഫിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ പറയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത്? ഈ ആദ്യകാല മനുഷ്യർക്ക് മനസ്സിലായി അവർ ഡിസ്കാർഡ് ചെയ്ത ഫുഡിൽ നിന്ന്, അതായത് അവർ ഒഴിവാക്കി, അവർ റിമൂവ് ചെയ്ത ഫുഡിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ചെടികൾ മുളച്ച് വരാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ സീഡ്സൊക്കെ മുളയ്ക്കുന്നത് വളരെ മോയിസ്റ്റ് ആൻഡ് വാം സോയിലാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു? ക്രോപ്സൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അവർ കൾട്ടിവേറ്റ് ചെയ്ത ക്രോപ്സ് ഏതൊക്കെയായിരുന്നു ആദ്യകാലങ്ങളിൽ? വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ്, ട്യൂബേഴ്സ്. ഈ കാര്യം ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം അല്ലേ. ആക്ടിവിറ്റി 4 എന്താണ് ചോദിക്കുന്നത്? പീപ്പിൾ അറൗണ്ട് അസ് ഏൺ ഇൻകം ത്രൂ ഡിഫറെൻറ്റ് സോഴ്സസ്. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ പല തരത്തിലാണ് ഇൻകം അഥവാ വരുമാനം ഉണ്ടാക്കുന്നത് അല്ലേ. പല സോഴ്സസുകളിൽ നിന്ന്, പല സ്രോതസ്സുകളിൽ നിന്ന് പല തരത്തിലുള്ള ഇൻകമാണ് അവർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റിലും നോക്കുക, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ തന്നെ നോക്കുക. എല്ലാവരും ഒരേ ജോലിയാണോ ചെയ്യുന്നത്? ഒരേ വരുമാനമാണോ വാങ്ങുന്നത്? അല്ല, പലരും പല വരുമാനമാണ്, അതും പല സ്രോതസ്സുകളിൽ നിന്നാണ്. ചിലർ ടീച്ചറായിരിക്കും, അങ്ങനെ അവർക്ക് സാലറി ആയിരിക്കും ലഭിക്കുന്നത്. ചിലർ ദിവസ കൂലിക്കായിരിക്കും, അതായത് ദിവസ പണിക്കായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് റെൻ്റായിരിക്കും അവരുടെ വരുമാനം എന്ന് പറയുന്നത് അല്ലേ. വീടൊക്കെ റെൻറ്റിന് കൊടുത്തിട്ട് അവർ ആ വരുമാനമായിരിക്കും ചിലർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. അതായത് നമുക്ക് ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഇൻട്രസ്റ്റ്. അങ്ങനെ പലർക്കും പല തരത്തിലുള്ള വരുമാനങ്ങളാണ്. അപ്പോൾ നമ്മളോട് ഇവിടെ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും നോക്കൂ. എ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഇൻകം? വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബി ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ തന്നെ നോക്കാം. ബി ക്വസ്റ്റ്യൻ ഇതാണ്: കംപ്ലീറ്റ് ദി ഗിവൻ ടേബിൾ. തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. നമ്മൾ ആ ടേബിൾ ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നമുക്കിപ്പോൾ നോക്കാം കേട്ടോ. അതിന് മുന്നേ ഈ ടേബിളൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോഴ്സസ് ഓഫ് ഇൻകം, അതായത് വരുമാനത്തിൻ്റെ സ്രോതസ്സുകൾ, ഇൻകം, വരുമാനം, ഇങ്ങനെ രണ്ടാക്കി തിരിച്ചിട്ട് ടേബിൾ കാണാം. അഗ്രികൾച്ചർ അഥവാ കൃഷിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വരുമാനം എന്താണ്? ക്രോപ്പാണ്, വിളയാണ് അല്ലേ. കൃഷി ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് ക്രോപ്പാണ്, വിളയാണ്. ഇനി സോഴ്സ് ഓഫ് ഇൻകം ബിസിനസ്. നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബിസിനസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? പ്രോഫിറ്റാണ് അല്ലേ, ലാഭമാണ്. ഇനി ഇവിടെ സോഴ്സസ് ഓഫ് ഇൻകം കൊടുത്തിട്ടില്ലായിരുന്നു. ഇവിടെ കൊടുത്തത് ഇൻകമായിരുന്നു. റെൻറ്റ് അഥവാ ലീസ്, റെൻറ്റൊക്കെ കിട്ടുമല്ലോ. റെൻറ്റൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? അസറ്റ്സ് ഉണ്ടായിരിക്കുമ്പോഴാണ്. ഇപ്പോൾ നമുക്കൊരു വീടുണ്ട്, അത് നമ്മളൊരു അസറ്റാണ്. ആ ഒരു വീട് നമ്മൾ ഒരാൾക്ക് റെൻറ്റിന് കൊടുക്കുകയാണ്, ഒരാൾക്ക് താമസിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ അവർ മാസം നമുക്കൊരു 5,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ വെച്ച് നമുക്ക് തരാം. അതിനെയാണ് നമ്മൾ റെൻറ്റ് എന്ന് പറയുക. ഒരു അസറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമുക്കൊരു പാടമുണ്ടെന്ന് വെച്ചോളൂ, നമുക്കൊരു ഏക്കർ പാടമുണ്ട്. അപ്പോൾ ആ പാടം നമ്മൾ കർഷകർക്ക് കൊടുക്കുകയാണ്, കുറച്ച് കാലത്തേക്ക് കൃഷി ചെയ്യാൻ. അപ്പോൾ ലീസിന് കൊടുക്കാമെന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ്. ഇനി സോഴ്സ് ഓഫ് ഇൻകത്തിൽ വരുന്നതാണ് ബാങ്ക് ഡെപ്പോസിറ്റ്. ബാങ്ക് ഡെപ്പോസിറ്റിന് ഇവിടെ കൊടുത്തിട്ടില്ലായിരുന്നു, ഇവിടെ കൊടുത്തത് ഇൻട്രസ്റ്റ് എന്നാണ്. ഇൻകം ഇൻട്രസ്റ്റ് ആയി വരുന്നത് നമുക്കറിയാം ബാങ്ക് ഡെപ്പോസിറ്റിലാണ്.
അപ്പോൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം വളരെ ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ നോക്കാനുണ്ട്. വാട്ട് ഈസ് ഇൻകം? എന്താണ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ഇസ് ദ മണി റിസീവ്ഡ് ബൈ പേഴ്സൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആസ് എ റിസൾട്ട് ഓഫ് ഇൻവോൾവിങ് ഇൻ വാരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇവിടെ ഇൻക്രീസിങ് അല്ല കേട്ടോ, ഇൻവോൾവിങ് ആണ് വരുന്നത്. ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് കിട്ടുന്ന പണമാണ്, നമ്മൾ റിസീവ് ചെയ്യുന്ന, നമ്മൾക്ക് കൈപ്പറ്റുന്ന പണമാണ് ബൈ എ പേഴ്സൺ, ഒരാൾക്ക് ലഭിക്കുന്ന പണം. എങ്ങനെയുള്ള പണമാണ്? ഓവർ എ പീരീഡ് ഓഫ് ടൈം. കുറച്ച് ഇപ്പോൾ നമുക്കൊരു മാസം കഴിഞ്ഞ് സാലറി കിട്ടാമെന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത്. എന്തിൻ്റെ റിസൾട്ടായിട്ടാണ് കിട്ടുന്നത്? നമ്മൾ വാരിയസ് ആയിട്ടുള്ള, നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ടുള്ള, ഇടപെടുന്നത് കൊണ്ടുള്ള അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഇൻകം അഥവാ വരുമാനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വരുമാനം ഇപ്പോൾ നമ്മൾ ഒരു ജോലി ചെയ്യുകയാണ്, അപ്പോൾ നമുക്ക് വരുമാനം കിട്ടും, വേതനം കിട്ടും അല്ലേ? ചിലർ ദിവസക്കൂലിക്കായിരിക്കും പണിയെടുക്കുന്നത്, ചിലവർക്ക് ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ ശമ്പളം കിട്ടുന്നത്, അങ്ങനെ പലർക്ക് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിന് അവർ ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ടായിട്ട് അവർക്ക് ലഭിക്കുന്ന മണിയാണ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ അഗ്രികൾച്ചർ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ ആക്ടിവിറ്റി 3 ആണെന്ന് തോന്നുന്നു അല്ലേ? ആക്ടിവിറ്റി 3 നമ്മൾ അഗ്രികൾച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. വാട്ട് അഡ്വാൻറ്റേജസ് മൈൻഡ് ദേ ഹാവ് ഹാഡ് ബൈ സെറ്റിലിംഗ് നിയർ ദ അഗ്രികൾച്ചറൽ സൈറ്റ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ നദീതീരത്താണ് അല്ലെങ്കിൽ ഈ ഫാമിൻ്റെ അടുത്തേക്കാണ് സെറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തിനാണ് അവർ അവിടെ സെറ്റിൽ ചെയ്യുന്നത്? അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന മെച്ചം എന്താണ്? അഡ്വാൻറ്റേജ് എന്താണ്? ഇവിടെ 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ദേ കുഡ് പ്രൊട്ടക്റ്റ് ദ അഗ്രികൾച്ചറൽ സൈറ്റ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷി സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കാൻ പറ്റും. അതായത് ഈ കർഷകർ തന്നെ ഈ കൃഷിസ്ഥലത്തിൻ്റെ അടുത്ത് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും മൃഗങ്ങളായിട്ട് ആക്രമിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ, കൃഷിസ്ഥലം ആക്രമിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ അവർക്ക് അതൊക്കെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. അവർക്ക് അവരുടെ കൃഷിസ്ഥലം തന്നെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ദർ വാസ് നോ നീഡ് ടു വാൻഡർ അറൗണ്ട് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. അവർക്ക് വേറെ സ്ഥലങ്ങൾ അന്വേഷിച്ച് ഫുഡിനായിട്ട് വേറെ സ്ഥലങ്ങളിൽ അലഞ്ഞ് നടക്കേണ്ട ആവശ്യം വരില്ല. വാൻഡർ എന്ന് പറഞ്ഞാൽ അലഞ്ഞ് നടക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അവർക്ക് ഫുഡ് അന്വേഷിച്ച് വേറെ സ്ഥലങ്ങളിലൊന്നും അലഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർ ഒരു അഗ്രികൾച്ചറൽ സൈറ്റിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ്. അവർക്ക് ലഭിക്കുന്ന ഫുഡ് ഐറ്റംസിൻ്റെ അവൈലബിലിറ്റി വർദ്ധിച്ചു. ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടി. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇപ്പോൾ കർഷകരാണെങ്കിൽ അടുത്ത് സെറ്റിലായതാണ്, ആദ്യം അവരുടെ വീട് കുറച്ച് ദൂരമാണ്, അവർ താമസിക്കുന്ന സ്ഥലം കുറച്ച് ദൂരമാണെങ്കിൽ എന്നും രാവിലെ അവർക്കിങ്ങനെ കൃഷി സ്ഥലത്ത് വരണം, പിന്നെ തിരിച്ചു പോകണം, അപ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇവർക്ക് ഈ ഒരു ഫാമിൻ്റെ അടുത്ത് തന്നെ അവർ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് റെസ്റ്റ് ചെയ്യാനും ഒരുപാട് സമയം കിട്ടും. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്, നമ്മളൊന്ന് പറഞ്ഞെന്നുള്ളൂ. ഇനി നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. ദ ഫുഡ് ദാറ്റ് ഈസ് necessary to maintain health is the right of every human being. നമ്മുടെ ഹെൽത്തിനെ, നമ്മുടെ ആരോഗ്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള അത്യാവശ്യ ഫുഡുകളൊക്കെ നമുക്ക് ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ലഭിക്കേണ്ടത് അത് അദ്ദേഹത്തിൻ്റെ റൈറ്റാണ്, അല്ല അവകാശമാണ്. ലിസ്റ്റ് ഔട്ട് ദ മെയിൻ കോസസ് ഓഫ് പോവേർട്ടി ആൻഡ് സ്റ്റാർവേഷൻ. ദാരിദ്ര്യം, അതുപോലെ തന്നെ വിശപ്പ്, ഇതിൻ്റെയൊക്കെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചാനലിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മെയിൻ കോസസ് ഓഫ് പോവേർട്ടി ആൻഡ് സ്റ്റാർവേഷൻ. എന്തൊക്കെയാണ് മെയിൻ കോസസ് ആയിട്ട് വരുന്നത്? ക്ലൈമറ്റ് ചേഞ്ച്, ക്ലൈമറ്റിലുണ്ടാകുന്ന മാറ്റം, വാർ, യുദ്ധം, അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, ഇനിക്വാളിറ്റി ഇൻ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ആർ ദി മേജർ കോസസ് ഓഫ് പോവേർട്ടി. പോവേർട്ടീൻ്റെ മേജർ കോസസ് ഏതൊക്കെയാണ്? 4 പോയിൻറ്റ്സ് ആണുള്ളത്. ക്ലൈമറ്റ് ചേഞ്ച്, വാർ, അൺഎംപ്ലോയ്മെൻറ്റ്, വെൽത്ത് ഇൻഇക്വാലിറ്റി ഇൻ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ. 3 മാർക്കാണ് ഈ ഒരു ചോദ്യത്തിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ 3 പോയിൻറ്റ്സ് എഴുതി വെക്കാം. ഓക്കെ, എക്സ്ട്രാ ഒരു പോയിൻ്റ് എഴുതിയെന്ന് വെച്ച് മാർക്ക് കുറയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു 4 പോയിൻ്റ് എഴുതി വെക്കുക. ഓക്കെ, നമ്മൾ പഠിച്ച പോയിൻറ്റ്സൊക്കെ എഴുതി വെക്കണം. ഇനി ബി നോക്കാം. മെൻഷൻ എ പ്രോജക്റ്റ് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഫോർ പോവേർട്ടി അലിവേഷൻ. അതായത് ഈ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരള ആരംഭിച്ചൊരു പ്രോജക്റ്റിൻ്റെ പേര്, അവർ ലോഞ്ച് ചെയ്തൊരു പ്രോജക്റ്റിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് എ വ്യൂ ടു സ്ട്രെങ്തനിങ് ദ എഫേർട്സ് അഗെയിൻസ്റ്റ് പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ ആൻഡ് എൻഷ്യൂറിങ് ഫുഡ് ഫോർ ഓൾ. എല്ലാവർക്കും ഫുഡ് എൻഷ്യൂർ ചെയ്യുന്നതിനായിട്ട്
വേൾഡ് ഫുഡ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 16th October എവ്രി ഇയർ. എല്ലാ വർഷവും October 16 നമ്മൾ ഫുഡ് ഡേ ആയിട്ടാണ് ആചരിക്കാറുള്ളത്. കേരള ഈസ് എ മോഡൽ സ്റ്റേറ്റ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് വേരിയസ് സ്കീംസ് ഫോർ പോവേർട്ടി അലിവേഷൻ. പോവേർട്ടി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഒരുപാട് വാരിയസ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, സ്കീംസ്, പ്രൊജക്റ്റ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, അതായത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നുണ്ട്. കുടുംബശ്രീ മിഷൻ, എ പ്രോജക്റ്റ് ലോഞ്ച്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ഫോർ പോവേർട്ടി അലിവേഷൻ ഇസ് എൻ എക്സാമ്പിൾ ഫോർ ദിസ്. ഈ പോവേർട്ടി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരള കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണ് കുടുംബശ്രീ മിഷൻ. സോ നിങ്ങൾ ഇതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത് കുടുംബശ്രീ മിഷനാണ്. ഈ ഒരു വലിയ പാരഗ്രാഫ് ഒന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളൂ. ഇതൊരു മാർക്കിൻ്റെ ചോദ്യമാണ്, അപ്പോൾ നിങ്ങൾ ഒരു മാർക്കിനുള്ളത് എഴുതിയാൽ മതി. ഒരു ഗവൺമെൻറ് പ്രോജക്റ്റ് മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക കുടുംബശ്രീ മിഷൻ. ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി സി ക്വസ്റ്റ്യനും ഒരു മാർക്കിൻ്റേതാണ്. നെയിം ദ സോഷ്യൽ റിഫോമർ ഹു ഓർഗനൈസ്ഡ് മിശ്ര ഭോജനം എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ റിലേറ്റഡ് ടു ഫുഡ്. ആരാണ് മിശ്ര ഭോജനം കൊണ്ടുവന്നത്? ഏത് സോഷ്യൽ റിഫോമറാണ്, ഏത് സാമൂഹ്യ പരിവർത്തകനാണ് മിശ്ര ഭോജനം എന്ന് പറയുന്ന ആ ഒരു പദ്ധതി കൊണ്ടുവന്നത്? ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിശ്ര ഭോജനം എന്താണ്, ആരാണ് കൊണ്ടുവന്നത്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. ഇനി ആക്ടിവിറ്റി 6 നോക്കാം. ദ പ്രോഗ്രസ് ഇൻ സയൻസ് ഹാസ് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് മെഷീൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്. നമ്മുടെ സയൻസിലുള്ള പ്രോഗ്രസ്, നമ്മുടെ ശാസ്ത്രത്തിലുള്ള പുരോഗമനം ഒരുപാട് മെഷീൻസ് ഇൻവെൻറ്റ് ചെയ്യാൻ, ഒരുപാട് മെഷീൻസ് കണ്ടെത്താൻ സഹായിച്ചു. അത് പിന്നീട് നമ്മളെ ക്ലോത്ത് മാനുഫാക്ചറിനൊക്കെ സഹായിച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയിൻ്റ് ഔട്ട് ദി ചേഞ്ചസ് ബ്രോഡ് ബൈ ദി യൂസ് ഓഫ് മെഷീനറി ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് ക്ലോത്ത്സ്. വസ്ത്രങ്ങളുടെ ഉൽപ്പാദനത്തിൽ മെഷീനറി കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മെഷീൻസ് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? ഇനി ബി ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഇൻവെൻഷൻ ഓഫ് വിച്ച് മെഷീൻ ലെഡ് ടു ദ പ്രോഗ്രസ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്. ഏത് മെഷീന് കണ്ടുപിടിച്ചപ്പോഴാണ് കുറച്ചും കൂടി ക്ലോത്ത് മാനുഫാക്ചറിങ്ങിന് പ്രോഗ്രസ് ഉണ്ടായത്, പുരോഗമനം ഉണ്ടായത്? ഏതോ ഒരു മെഷീൻ കണ്ടുപിടിച്ചപ്പോൾ ക്ലോത്ത് മാനുഫാക്ചറിങ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തു, കുറച്ചും കൂടി വികസിച്ചു. ആ മെഷീൻ ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? മെഷീൻസ് വന്നപ്പോൾ നമ്മുടെ മാനുഫാക്ചറിങ് ഓഫ് ക്ലോത്ത്സ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? അപ്പോൾ ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഇത് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക. എന്താണ് ഇവിടെ 5 പോയിൻറ്റ്സ് ഉണ്ട്. ചേഞ്ചസ് ബ്രോഡ് ബൈ ദി യൂസ് ഓഫ് മെഷീനറി ഇൻ ദ മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്സ്. മെഷീൻസ് വന്നപ്പോൾ നമ്മുടെ ക്ലോത്ത്സിൻ്റെ മാനുഫാക്ചറിങ്ങിന് വന്ന മാറ്റങ്ങൾ. ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സിൻ്റെ പ്രൊഡക്ഷന് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി, വർദ്ധിക്കാനായിട്ട് തുടങ്ങി. റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ, മനുഷ്യരുടെ അധ്വാനം ഉണ്ടല്ലോ അതൊക്കെ കുറഞ്ഞു അല്ലേ, മനുഷ്യരുടെ അധ്വാനമൊക്കെ കുറഞ്ഞു, കാരണം ഇനി മെഷീൻസ് ചെയ്തോളും പല കാര്യങ്ങളും. ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്, വസ്ത്രത്തിൽ തന്നെ പല വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റി. ഓക്കെ. ക്വാളിറ്റി ഓഫ് ക്ലോത്ത്സിൻ്റെ ഒക്കെ ക്വാളിറ്റി വർദ്ധിച്ചു. സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ് എന്ത് ചെയ്യാൻ തുടങ്ങി, വികസിച്ച് അഥവാ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി എല്ലാ സ്ഥലത്തേക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏതൊരു മെഷീൻ്റെ ഇൻവെൻഷനാണ് ക്ലോത്ത് മാനുഫാക്ചറിങ്ങിൽ നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാക്കിയത്? ഏതാണ് ആ മെഷീന്? പവർ ലൂമാണ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പവർ ലൂം. ഏകദേശം 6 ആക്ടിവിറ്റികളോളം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇനിയും ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. മറ്റ് വിഷയങ്ങളുടെ, അതായത് ഇംഗ്ലീഷ്, സയൻസ്, മലയാളം, അതിൻ്റെയൊക്കെ നമ്മൾ ഇനി ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ സയൻസിൻ്റെതും അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന വീഡിയോകൾ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്, ഓണം എക്സാം റിലേറ്റഡ് ആയിട്ട് തന്നെ. അതൊക്കെ നിങ്ങൾ പോയിട്ട് കാണുക. എക്സാമിനായിട്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്